നമസ്കാരം കൂടെ, ഞാൻ പീറ്റർ ചൂള്ളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറിവേപ്പില നന്നായി തഴച്ചു വളരാൻ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇത് അവസാനം ഒടിച്ചൊടിച്ച് നമ്മളെ കൈ കൊഴിയുകയും ചെയ്യും. വീട്ടിലെ ആവശ്യത്തിന് ബാക്കി വരുന്ന കറിവേപ്പില നമ്മൾ കാറ്ററിങ്ങിനും മറ്റും പച്ചക്കറിയുടെ കടകളിൽ കൊണ്ടുകൊടുത്താൽ നമുക്ക് നല്ലൊരു തുക അവിടെ നിന്ന് കിട്ടും. ഒരു മാസത്തിൽ ഒരു മൂടിൽ നിന്ന് ഏകദേശം 100 രൂപ വരെ നമുക്ക് ഒപ്പിക്കാം. ഈ രീതിയിൽ വളപ്രയോഗവും മറ്റും ഒടിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് തഴച്ചു വളരുന്നതായിരിക്കും. വേപ്പിൻ്റെ മൂത്ത തണ്ട് നോക്കി മുകളിൽ നിന്ന് അഗ്രഭാഗം മുറിച്ച് മാറ്റിയാൽ ധാരാളം ശിഖരങ്ങളായിട്ടത് വളരുകയും ചെയ്യും. ശിഖരങ്ങളായ പിന്നെ അത് ബ്രാഞ്ചസായി പൊട്ടിക്കിളിച്ച് നല്ല രീതിയിൽ അത് പടർന്ന് പന്തലിച്ച് നിൽക്കും. പന്തലിച്ചിരിക്കുന്ന കരിയാപ്പില അതിൻ്റെ മുകൾ ഭാഗം വെട്ടി നമ്മൾ കാറ്ററിങ്ങിനോ കൊടുത്താൽ അവിടുന്ന് നല്ലൊരു തുക നമുക്ക് കിട്ടും. അവരുടെ ഫോൺ നമ്പറൊക്കെ കൈ വെച്ചേക്കണം. ഇങ്ങനെ കരിയാപ്പില ഓരോ മാസം ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് അപ്പുറം വീട്ടിലുള്ള തന്നെ ഇപ്പോൾ അടുക്കള വേസ്റ്റ്, ഉള്ളിത്തൊലിയായാലും വെളുത്തുള്ളിത്തൊലിയായാലും മറ്റും പഴത്തൊലികളും മറ്റും കോഴി വേസ്റ്റും ഒക്കെ ഇട്ട് ഇതിന് ചുവട്ടിൽ ഒരടി ദൂരത്തിൽ മണ്ണ് മാന്തിയതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അത് ഇലകൾ നല്ല രീതിയിൽ വരും. ആണികളും മറ്റും വരാതിരിക്കാനും പുളിപ്പിച്ച കഞ്ഞവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇതിൻ്റെ കൂടെ മുകളിലൊക്കെ വിതറി കൊടുത്താൽ അത് പ്രാണിയിൽ നിന്ന് അകറ്റാം. പലതരം കരിയാപ്പിലയുണ്ട്. ഇതിൽ ചെറിയ ഇലകളുള്ള ഒരു കരിയാപ്പിലയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നാരക കുടുംബമായ ഒരു ചെറുവൃക്ഷമാണ് കറിവേപ്പില. ആഹാരത്തിന് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കറിവേപ്പില ഈ ചെടിയുടെ ഇലയാണ്. കറിവേപ്പിൻ്റെ ജന്മദേശം ഏഷ്യയാണ്. പാചകങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് ഈ കറിവേപ്പില. പണ്ടൊക്കെ ആഹാരങ്ങളിൽ സ്വാദും സുഗന്ധവും എന്നിവ വർദ്ധിപ്പിക്കാൻ മാത്രമായിരുന്നു കറിവേപ്പില ഉപയോഗിക്കുന്നത്. സമയം നിരവധി ആരോഗ്യ ഗുണങ്ങളും ഇതിനകത്തുണ്ട്. വിറ്റാമിൻ എ, ബി, സി, ഇ ധാതുക്കളായ ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് നാരുകൾ എന്നിവ കറിവേപ്പിലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ്. ചില ആൾക്കാർ കരിവേപ്പില ആഹാരത്തിൽ കണ്ടാൽ എടുത്ത് കളയും. അത് ചവച്ചരച്ച് കഴിച്ചെങ്കിൽ അത് ഗുണങ്ങൾ കുറേയും കൂടെ കിട്ടും. കരിവേപ്പില വെള്ളം തിളപ്പിച്ച് ഇട്ട് കുടിക്കുന്നവരുമുണ്ട്. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മോരിൽ കരിവേപ്പില അരച്ച് കുടിക്കുന്നവരും ധാരാളമായി നമ്മുടെ നാട്ടിലുണ്ട്. അമിതമായാൽ ഗുണത്തേക്കാളേറെ ദോഷമാവുകയും ചെയ്യും. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും. നിങ്ങളും ഓരോ മൂടെങ്കിലും ഒരു കരിവേപ്പില ഒരു വീട്ടിലെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. വിഷരഹിതമായ ഒരു കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.